ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എഴുതുന്ന ഗവൺമെൻറ് എക്സാംസ്, അത് UPSC ആയാലും PSC ആയാലും ഇനി റെയിൽവേ ആയാലും ഏതൊരു എക്സാമിനും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. കുറച്ച് കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു 1-2 വർഷം മുമ്പ്, നിങ്ങൾക്കൊരു ചോദ്യ പേപ്പറിൽ ഗാട്ട് എന്നാണ് നിലവിൽ വന്നത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചോദ്യം വരുവാനിടയായ സാഹചര്യം, ആ ഒരു സമയത്തായിരുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ 12ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഗാട്ട് എന്നുള്ള ചോദ്യം വരാനിടയായത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഗാട്ട് എന്താണെന്നുള്ളത് പഠിക്കാം. നമുക്ക് ലോകത്തുടനീളം അനേകം രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള കച്ചവടങ്ങളിൽ ട്രേഡ് നടക്കുന്നുണ്ട്. ഈ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സുഗമമാക്കുവാൻ വേണ്ടി, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുവാനൊക്കെ ആയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഓർഗനൈസേഷനാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നത് വിവിധ റൂൾസൊക്കെ നിലവിൽ കൊണ്ടുവന്നിട്ടാണ്. അങ്ങനെ വിവിധ റൂൾസ് നിലവിൽ കൊണ്ടുവരികയും അതിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയും കാലാനുസൃതമായിട്ട് ആ റൂൾസിനെ റിവൈസ് ചെയ്തുകൊണ്ട് ഇൻ്റർനാഷണൽ ട്രേഡിനെ ഗവേൺ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1995 ജാനുവരി 1-നാണ്. അപ്പോൾ അന്ന് ആ കാലം വരെ നിലവിലുണ്ടായിരുന്ന ഗാട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ പേരാണ് മറാക്കഷ് എഗ്രിമെൻറ്റ്. അങ്ങനെ മറാക്കഷ് എഗ്രിമെൻറ്റ് വഴിയാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുക, നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ടും ഈ ഒരു പോയിന്റുകളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം, എന്നാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്? 1995 ജാനുവരി 1. എന്ത് എഗ്രിമെൻറ്റ് വഴിയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്? മറാക്കഷ് എഗ്രിമെൻറ്റ് വഴി. എന്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്? ഗാട്ട്, അല്ലെങ്കിൽ ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാലം മുമ്പ് ഒരു എക്സാമിന് വന്നൊരു ചോദ്യമായിരുന്നു ഗാട്ട്. എന്നാൽ ഗാട്ടിനെ കുറിച്ച് ചോദ്യം വരുവാനിടയായ സാഹചര്യം ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ 12ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എന്ന് നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ആ ഒരു ചോദ്യം എന്ന് ചോദിക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഗാട്ടിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നുള്ള അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, ലോകത്ത് അന്ന് നിലനിന്നിരുന്ന 1948-നാണ് നമ്മുടെ ഗാട്ട് നിലവിൽ വന്നത്. 1948 ഗാട്ട് നിലവിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ലോകത്തുടനീളം ഉണ്ടായിരുന്ന ട്രേഡുകൾക്കിടയിലുള്ള ബാരിയേഴ്സ് എടുത്ത് നീക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ താരിഫിലൊക്കെ കുറവ് വരുത്താൻ വേണ്ടി നിലവിൽ വന്ന ഓർഗനൈസേഷനായിരുന്നു നമ്മുടെ ഗാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം, എന്നാണ് ഗാട്ട് നിലവിൽ വന്നത്? 1948-ലാണ് ഗാട്ട് നിലവിൽ വന്നത്. എന്തായിരുന്നു ഗാട്ടിൻ്റെ പർപ്പസ് എന്നും ചോദിക്കാം. ഗാട്ടിൻ്റെ പർപ്പസ് നമുക്കറിയാലോ. താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വിവിധ നികുതികളൊക്കെ ഏർപ്പെടുത്തും. ആ നികുതികളെയാണ് നമ്മൾ താരിഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു നികുതിയൊക്കെ ഒരു പരിധിയിൽ കൂടുതലായി പോകുന്ന സമയത്ത് അത് ഇൻ്റർനാഷണൽ ട്രേഡിനെ വലിയ രീതിയിൽ ബാധിക്കും. അങ്ങനെയുള്ള പല ബാരിയേഴ്സൊക്കെ നമ്മുടെ ലോകത്ത് നിലനിന്നിരുന്നു. ഈ ബാരിയേഴ്സൊക്കെ എടുത്ത് മാറ്റുവാനായിട്ട് നിലവിൽ വന്ന ഓർഗനൈസേഷനായിരുന്നു ഗാട്ട്. അത് നിലവിൽ വന്നിരുന്നത് 1948-ലാണ്. അങ്ങനെയുള്ള ഗാട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 1995 നമ്മളിപ്പോൾ സംസാരിക്കുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മറാക്കഷ് എഗ്രിമെൻറ്റ് വഴി നിലവിൽ വരുന്നത്. അപ്പം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പഠിക്കുന്ന സമയത്ത് ഗാട്ടും ആ കൂടെ തന്നെ പഠിച്ചു പോകട്ടോ. നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിക്കുന്ന ഈ 2024 നിലവിലെ 164 മെമ്പേഴ്സാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുള്ളത്. ആ 164 മെമ്പേഴ്സാണ് ലോകത്തിലെ ട്രേഡിൻ്റെ, അല്ലെങ്കിൽ GDPയുടെ 98% ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ 24 ഒബ്സർവർ സ്റ്റേറ്റുകളും കൂടി ഉണ്ട്. ഈ ഒബ്സർവർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സ് ആയിട്ടില്ല, എന്നാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അങ്ങനെയുള്ള 24 രാജ്യങ്ങളും അതുകൂടാതെ തന്നെ അതിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള 164 രാജ്യങ്ങളും കൂടി ചേരുന്നതാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അടുത്തൊരു പോയിൻ്റ്, നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ വന്ന് മറാക്കഷ് എഗ്രിമെൻ്റ് ആണ്. 1994
ഏപ്രിൽ 15-ന് 123 രാജ്യങ്ങൾ ചേർന്ന് മൊറോക്കോയിലെ മറാക്കേഷിൽ വെച്ച് സൈൻ ചെയ്യപ്പെട്ട എഗ്രിമെൻ്റാണ് അല്ലെങ്കിൽ ഉടമ്പടിയാണ് മറാക്കാഷ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഈ ഒരു ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ചോദിക്കാം. മറാക്കേഷ് എഗ്രിമെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻ്റാണ് മറാക്കേഷ് എഗ്രിമെൻറ്റ്. എവിടെ വെച്ചാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യപ്പെട്ടത്? ഏത് രാജ്യത്ത് വെച്ചാണെന്ന് ചോദിക്കുമ്പോൾ മൊറോക്കോയിൽ വെച്ചിട്ടാണ്. മൊറോക്കോയിലെ മറാക്കേഷിൽ വെച്ചിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യപ്പെട്ടത്. എത്ര രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്? 123 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്, എന്നാണ് മറാക്കാഷ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യപ്പെട്ടത്? 1994 ഏപ്രിൽ 15-നാണ് മറാക്കാഷ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യപ്പെട്ടത്. സ്വാഭാവികമാണ് അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും. മറാക്കാഷ് എഗ്രിമെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറാക്കാഷ് എഗ്രിമെൻറ്റ്. അടുത്ത 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്, ഈ കഴിഞ്ഞ നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എന്ന് പറയുന്നത് 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ്, അല്ലെ MC13 ആണ്. അങ്ങനെയുള്ള 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടന്നത് എവിടെ വെച്ചാണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അബുദാബിയിൽ വെച്ചിട്ടായിരുന്നു. മാർച്ച് 2, 2024 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ എത്രാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ്? 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. എന്നാണ് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായത്? 1995 ജാനുവരി 1-ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്ന സമയത്ത് തന്നെ ഇന്ത്യ അതിലൊരു ഫൗണ്ടിങ് മെമ്പറാണ്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്ന സമയത്ത് തന്നെ ഇന്ത്യ അതിൽ ഒരു അംഗമാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 1995 ജാനുവരി 1 മുതൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ചേർക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ കൂടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അത് മറ്റുള്ളവർക്ക് തീർത്തും അത് സഹായകരമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണമെന്നും ഇനി അത് അറിയിക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്.